ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാഷണൽ ഡേയുടെ ലീവിലുള്ള ദിവസങ്ങളിലെ വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവയ്ക്കുന്നത്. ഞങ്ങളൊരു പടയായിട്ടാണ് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 3 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ ഏതാണ്ട് അടുത്ത് എത്താറായിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം 1-ാം തീയതി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. 1-ാം തീയതി വൈകുന്നേരമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നല്ല തിരക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. അതുപോലെ നല്ല ബ്ലോക്കിൽ കിടന്നിട്ടൊക്കെയാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്. ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന പോലെ അതിൻ്റെ മിനിയേച്ചർ രൂപമാണ് അബുദാബിയിലുള്ള ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ. ഇവിടുത്തെ പാർക്കിംഗ് കിട്ടാനാണ് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടത്. അവസാനം വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൂടെ അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്ന ആൾക്കാരുടെ കൂടെ പോയി പാർക്കിംഗ് പിടിച്ചാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത്. അത്യാവശ്യം കറങ്ങി കിട്ടോ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ മൂന്ന് വണ്ടിയിൽ വന്നതുകൊണ്ട് 3 ആൾക്കും പല സ്ഥലത്താണ് പാർക്കിംഗ് കിട്ടിയത്. അങ്ങനെ അവസാനം ഞങ്ങൾ 2 ടീമും ഒരുമിച്ചു. അവിടുന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ അവിടോട്ട് കയറുകയാണ് ചെയ്തത്. അങ്ങനെ ലേഡീസിന് സെപ്പറേറ്റ് വഴിയുണ്ട്, ജെൻസിന് സെപ്പറേറ്റ് വഴിയുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് കയറി. ഇതാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദുബായ് ഫെസ്റ്റിവലിൽ പോലെ തന്നെ എല്ലാ പവലിയൻസും ഇവിടെ ഉണ്ട് കേട്ടോ. വന്ന വശം തന്നെ ഒരു പരേഡായിരുന്നു. അപ്പോൾ അത് നമുക്ക് കാണാം. അങ്ങനെ അടിപൊളി ഒരു പരേഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം നമ്മൾ കണ്ടത്, നമ്മൾ കയറി വരുന്ന ഫ്രണ്ടിൽ തന്നെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ നല്ലൊരു വാട്ടർ ഫൗണ്ടൻ നടക്കുന്നുണ്ട്. പല ഡിസൈനിലും പല രീതിയിലും അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓരോ പൗലേനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവരുടെ പുരാതനമായ രീതിയിലുള്ള ചെറിയ ഷോപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അഗ്രികൾച്ചറായിട്ട് അബുദാബിയുടെ കൾച്ചർ ആൻഡ് ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു പൗലിനുണ്ട്. അങ്ങനെ ഒത്തിരി പൗലിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് വരുന്ന സൈഡിൽ ഇങ്ങനെ പിന്നെ അവിടെ അയല ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നാഷണൽ ഡേയുടെ ലീവിൽ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. നമുക്കിത് എവിടേക്ക് പോകണം, എങ്ങനെ പോകണം എന്നൊരു ഐഡിയ ഇല്ലാത്ത പോലെയായിരുന്നു നടന്നിരുന്നത്. ഞങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് തന്നെ പിരിഞ്ഞു. അങ്ങനെ നമ്മൾ കൾച്ചർ ആൻഡ് ടൂറിസം അവിടെയാണ് പോയിട്ടുള്ളത് കേട്ടോ ആദ്യമായിട്ട്. അപ്പോൾ അവിടെ അയല ഡാൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാണാം. അങ്ങനെ നമ്മൾ അവിടുന്ന് പോയത് വൈൽഡ് ലൈഫ് സീക്രട്സ് എന്ന
പൗലിനായിട്ട് പോയിട്ട്. അപ്പോൾ അവിടെ കുട്ടികൾ മാത്രമാണ് കയറിയതുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് പുറത്ത് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒത്തിരി അനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വളരെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ അവരെ നമുക്ക് കയ്യിൽ പിടിക്കാനും തൊടാനും ഒക്കെ നമുക്ക് പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കുട്ടികൾ മാത്രമാണ് കയറിയത്. പക്ഷെ നമുക്ക് അവിടെ ഒരു സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം. കുട്ടികൾക്ക് 10 ദിറംസോ മുതിർന്നവർക്ക് 15 ദിറംസോ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കണം തോന്നുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുട്ടികളെ മാത്രമാണ് അവിടെ കയറിയത്. പിന്നെ 2-3 പാരൻസും കയറുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുര്യപ്പൻ നായനെ കണ്ടിട്ടുള്ള നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്ന ആൾ. അപ്പോൾ അവിടെ ഒത്തിരി പേരുണ്ട്. പിന്നെ ഒത്തിരി അനിമൽസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ വലിയൊരു ആന ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മുടെ കാട്ടിലെ രാജാവായ സിംഹം ഇവിടെയുണ്ട്. അങ്ങനെ ഒത്തിരി പേര്. ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാർ വളർത്തുന്ന മൃഗങ്ങളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത് എല്ലാവരും. നമ്മുടെ സൂലുള്ള പോലെയുള്ള കാഴ്ചകളെല്ലാം ഇതിനൊക്കെ ഓണേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആണ് ഇവരെയൊക്കെ കൊണ്ട് നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തൊടാനും പിടിക്കാനും ഒക്കെ നമുക്ക് അവസരമുണ്ട്. പക്ഷേ അതിന് ചിലതിനൊക്കെ നല്ല സെപ്പറേറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. നമ്മൾ പൂച്ചേനെ എടുക്കാൻ എത്രയോ 15 ദിറംസോ 20 ദിറംസോ അങ്ങനെ സെപ്പറേറ്റ് ചാർജും ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് കാണാം. ഇത് പൈസയൊന്നും ഫസ്റ്റത്തെ ചാർജ് മാത്രമേ ഉള്ളൂ. നമ്മൾ അവരെ കയ്യിലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പൈസ പേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ആകാംക്ഷയും സന്തോഷമൊക്കെ ഉണ്ടായി. അപ്പോൾ അവരിവിടുത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള പൗലിലേക്ക് ഞങ്ങൾ കുറച്ച് പേര് കൂടെ പോയി. പക്ഷേ നമ്മൾ ദുബായ് ഫെസ്റ്റിവൽ കാണുന്ന പോലെ തന്നെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ഓരോ പവലിയനും കയറി ഇന്നതുണ്ട് എന്നൊന്നും ഞങ്ങൾ പറയാൻ നിന്നില്ല. ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി റൗണ്ട് അടിച്ച് ഇങ്ങനെ പോകുന്നു മാത്രം. പിന്നെ ചില സ്ഥലങ്ങളിൽ എന്താ പറയുക, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധനങ്ങളൊക്കെ തരും. അപ്പോൾ അതൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിച്ചിങ്ങനെ നടന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഓരോ 2 പവലിയനിലോ 3 പവലിയനിലോ ഞങ്ങളങ്ങനെ കയറിയിട്ടുള്ളൂ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ലേസർ ഷോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ മെയിൻ ഉദ്ദേശം നമുക്ക് ഈ ലേസർ ഷോയും പിന്നെ ഇവിടെ ഫയർ വർക്ക്സും നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുക എന്നാണ് മെയിൻ ഉദ്ദേശം. ബാക്കി പൗലിയിൽ കയറലും പിന്നെ ബാക്കി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിൽ കയറലൊന്നും നമ്മുടെ അജണ്ടയിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇത് മാത്രമാണ് ലക്ഷ്യം വെച്ചത്. പിന്നെ ഒരിക്കൽ നമുക്ക് ഇങ്ങനെ വന്ന് എന്താ പറയുക, നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, പല കാര്യങ്ങളും കാണാൻ സമയമെടുക്കും. അപ്പോൾ ഇതൊക്കെ മിസ്സായി പോകും. അങ്ങനെ നമ്മൾ ലേസർ ഷോ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കാണാം. അങ്ങനെ ലേസർ ഷോ കഴിഞ്ഞ വർഷം ഫയർ വർക്കാണ് കേട്ടോ നടക്കുന്നത്. ഇതിനൊക്കെ പ്രത്യേക ട്യൂണുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന കാരണം കൊണ്ട് ഞാൻ അതെല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് വേറെ ട്യൂണാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്.
അങ്ങനെ വെടിക്കെട്ട് അതിഗംഭീരമായ വെടിക്കെട്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കറക്റ്റ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് 10:05 ആകുമ്പോഴേക്കും വെടിക്കെട്ട് അവസാനിച്ചു. 5 മിനിറ്റായിരുന്നു വെടിക്കെട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വാട്ടർ ഫൗണ്ടൻ പരിപാടിയായിരുന്നു. അത് കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇത് നാഷണൽ ഡേ ഫ്ലാഗിൻ്റെ കളേഴ്സിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് വന്ന് ഡാൻസ് കളിക്കാനും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ നടന്നു. പിന്നെ അധികം നടത്താൻ പോയില്ല, വെള്ളമായതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫ്ലാഗ് പിടിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരുടെ കയ്യിലും ഇതുപോലെ ഫ്ലാഗിൻ്റെ കളറിൽ ഓരോ ഷീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രീന്, റെഡ്, വൈറ്റ്, ബ്ലാക്ക്, അങ്ങനെ 4 കളേഴ്സുള്ള ഫ്ലാഗ് ഓരോ സൈഡിലായിട്ടാണ് നിർത്തിയിട്ട്. അപ്പം ഞങ്ങളുടെ സൈഡുകാർക്ക് കിട്ടിയത് റെഡായിരുന്നു. അതെല്ലാവരും ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കാനാണ് അവരവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഈ പൊക്കി പിടിച്ച് നിൽക്കുന്ന നേരത്ത് മോളിൽ കൂടെ ഡ്രോൺ ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഒരു വ്യൂ കാണാൻ പറ്റും എന്നാണ് അവരുടെ ആശയം. പക്ഷെ നമ്മളിപ്പോൾ ഡ്രോണ് പറത്തിയിട്ടുള്ള വ്യൂ നമ്മൾ ഏതെങ്കിലും വീഡിയോസിൽ നമ്മൾ കാണുന്നു വിചാരിക്കുന്നു. ഞങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യം നമ്മൾ വിചാരിച്ചുള്ളത് ഇരിക്കാനുള്ള ഷീറ്റ് തരികയെന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മളവിടെ നടത്തി. നമ്മുടെ സൈഡിൽ റെഡ് കിട്ടി, അതിൻ്റെ ഓപ്പോസിറ്റ് വൈറ്റ്, ബ്ലാക്ക്, ഗ്രീന്, അങ്ങനെ 4 സൈഡിലുമായിട്ട് ഇവരിങ്ങനെ എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോരാൻ തന്നെ തീരുമാനിച്ചു. അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും കയറിയൊന്നുമില്ല, പൗലിയൻസൊന്നും നമ്മൾ കയറിയില്ല. പിന്നെ അതുപോലെ ഗെയിംസ് നടക്കുന്ന സ്ഥലത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. കാരണം കുട്ടികൾക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ടൈം കുറച്ചധികം ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ ഒരു അവസരത്തിൽ നമ്മൾ അവിടേക്കൊക്കെ പോകാമെന്ന് അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളും എല്ലാവർക്കും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ ഇനിയും അവിടെ ഇരുന്ന് ഇനിയും ഒത്തിരി വൈകി പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ ഇരുന്നില്ല, നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇനി ഒരു അവസരത്തിൽ ഇവിടെ വിശദമായിട്ട് നമ്മൾ കാണാൻ വരാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിലുള്ള നാഷണൽ ഡേ പ്രമാണിച്ചിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ പറ്റുന്നവരെല്ലാവരും, ഇപ്പോൾ ഇനി വെക്കേഷനാണ് വരുന്നത്, പറ്റുന്നവരെല്ലാവരും ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ പോകണം. അവിടെ ഒത്തിരി ആക്ടിവിറ്റീസും കാര്യങ്ങളും നമുക്ക് കാണാനുണ്ട്. ദുബായ് ഫെസ്റ്റിവലിൽ പോകാൻ പറ്റാത്തവർക്ക് ഇതൊരു നല്ലൊരു ചാൻസ് ആയിരിക്കും. ഓക്കെ, ബൈ.